കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി എന്നോ നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷനെ പറയാം. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ വിത്ത് മീനിങ്സ് ഇൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് യൂസിങ് സിംബൽസ് ഓർ സെമിയോട്ടിക് റൂൾസ്. സിംബൽസോ സെമിയോട്ടിക് റൂൾസോ വേർഡ്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടോ അതിലധികമോ ആളുകൾ മീനിങ്സ് ഉള്ള ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്ന പ്രോസസ്സാണ്. ആരാണോ മെസ്സേജ് കൺവേ ചെയ്യുന്നത് അയാൾ സെൻഡറും, ആർക്കാണോ മെസ്സേജ് കിട്ടുന്നത് അയാൾ റിസീവറും ആയിരിക്കും. സെൻഡറും റിസീവറും തമ്മിൽ കൺവേ ചെയ്യുന്ന ഈ ഇൻഫോർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. ഈ മെസ്സേജ് എന്ന് പറയുന്നത് പല രൂപത്തിലും ആവാം. ഫാക്റ്റ് ആവാം, ഐഡിയ ആവാം, കോൺസെപ്റ്റ് ആവാം, ഒപ്പീനിയൻ ആവാം, ബിലീവ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇൻസ്ട്രക്ഷൻസ്, ഈവൻ ഇമോഷൻസ് വരെ നമുക്ക് എന്തായിട്ട് എടുക്കാം? മെസ്സേജ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കൺവേഡ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദ വേ വിച്ച് വി ഷെയർ അവർ മെസ്സേജ്. നമ്മൾ നമ്മുടെ മെസ്സേജ് എങ്ങനെയാണോ കൈമാറുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് ചിലപ്പോൾ അത് ഈസി ആയിരിക്കും, ചിലപ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എല്ലാ സമയവും ഈസി ആവണം എന്നില്ല, അത് ഡിഫിക്കൽട്ടും ആയിരിക്കും. So it is the way that we share our feelings, thoughts and ideas with other people and have them understand those feelings, thoughts and ideas. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, മേ ബി ഒരാളാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം. സോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് തോട്ട്സ്, ഐഡിയാസ്, ഫീലിങ്സ് കൺവേ ചെയ്യുമ്പോൾ കൺവേ ചെയ്ത രീതിയിൽ തന്നെ ആ ലഭിച്ച ആൾക്ക് മനസ്സിലാവുന്ന ആ പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, ഒബ്സർവിങ്, ഈ 3 വഴിയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എല്ലാ സമയവും ഈസി ആയിരിക്കില്ല, ഡിഫിക്കൽട്ട് ആകുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രാമാണ് നോക്കാനുള്ളത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇതൊരു പ്രവർത്തനമാണല്ലോ, ആശയവിനിമയം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഈ പ്രോസസ്സിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പ്രോസസ്സിനകത്ത് വരുന്ന പാർട്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സോഴ്സ്, എൻകോഡിംഗ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക്. ഇത് നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്. നമ്മൾ ലാംഗ്വേജ് സ്കിൽസിൽ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഫസ്റ്റ് ഒരു ഇത്തിരി പഠിച്ചില്ലേ, അതിൻ്റെ ഒരു ഇലാബറേഷനാണ് നമ്മുടെ ഈ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്നത് മെസ്സേജ് എവിടെയാണോ ഉണ്ടാകുന്നത് അതാണ് സോഴ്സ്. ഈ മെസ്സേജിനെ എൻകോഡ് ചെയ്ത് സിഗ്നലുകളാക്കിയാണ് ചാനൽ അല്ലെങ്കിൽ ഒരു മീഡിയം, ഒരു മാധ്യമം വഴി റിസീവറിനടുത്തേക്ക് അയക്കുന്നത്. സോ സോഴ്സിൽ നിന്നുണ്ടാകുന്ന മെസ്സേജ് എന്ത് തന്നെയാണെങ്കിലും അതിനെ സിഗ്നലുകളാക്കി എൻകോഡ് ചെയ്ത് മാറ്റി ട്രാൻസ്ഫോം ചെയ്ത് ഒരു ചാനൽ വഴി റിസീവറിലേക്ക് അയക്കുന്നു. റിസീവറിന് ആ മെസ്സേജ് മനസ്സിലാകണമെങ്കിൽ കിട്ടുന്ന സിഗ്നലുകളെ ഡീകോഡിംഗ് പ്രോസസ്സ് വഴി നമുക്ക് മനസ്സിലാകുന്ന മെസ്സേജായിട്ട് കൺവേ ചെയ്ത് റിസീവറിന് കൊടുക്കുന്നു. കിട്ടിയ മെസ്സേജ് അനലൈസ് ചെയ്ത് റിസീവർ സോഴ്സിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു, ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് നടക്കുന്ന ചുറ്റുപാട്, എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിനെ എൻകോഡ് ചെയ്ത് സിഗ്നലുകളാക്കി ചാനൽ വഴി റിസീവറിന് അയക്കുന്നു. റിസീവറിന് ലഭിക്കുന്ന മെസ്സേജ് സിഗ്നലുകൾ പോലെ ആയിരിക്കും. ആ സിഗ്നലിനെ ഡീകോഡ് ചെയ്ത് റിസീവറിന് മനസ്സിലാവുന്ന രീതിയിൽ മെസ്സേജ് ആക്കി മാറ്റുന്നു. റിസീവർ അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് അയക്കുന്നു. ഈ പ്രോസസ്സ് നടക്കുന്ന എൻവയോൺമെൻറ്റ്, ചുറ്റുപാടിനെ നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. അതൊരു ചുറ്റുപാടാവാം, ഒരു സിറ്റുവേഷൻ ആവാം, എന്താണെങ്കിലും ആവാം. സോ ഇതാണ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ 4 കീ കമ്പോണൻറ്റുകൾ, അടിസ്ഥാന കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത് എൻകോഡിംഗ്, മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ അതായത് ചാനൽ, മാധ്യമം, ഡീകോഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഈ 4 എലമെൻസിനെ അല്ലെങ്കിൽ ഈ 4 കമ്പോണൻസിനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ 4 കീ കമ്പോണൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവർ മാത്രം പോരാ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ സെൻറ്ററും ഒരു റിസീവറും ഉണ്ടായിരിക്കണം. സെൻറ്ററിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി റിസീവറിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്പോണൻസിനെ എല്ലാം ഓരോന്നായിട്ട് നോക്കാം. സോ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് സെൻറ്ററിൽ നിന്നല്ലേ. സോ സെൻറ്റർ എന്താണെന്ന് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ലാംഗ്വേജ് സ്കില്ലിൽ സോഴ്സ്, സെൻറ്റർ എന്ന് 2 ആയിട്ടാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ അതിനെ 1 ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഏതാണ്ട് ഒരർത്ഥം തന്നെയാണ്. സോ ഇവിടെ സോഴ്സും സെൻറ്ററും ഒക്കെ ഏകദേശം 1 ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇനി ശ്രദ്ധിക്കാതിരിക്കരുത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, ഒരു ഓർഗനൈസേഷൻ ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, എന്ത് തന്നെ വേണമെങ്കിലും ആവാം. സെൻറ്റർ എന്ന് പറയുന്നത്, സെൻറ്റർ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്റർ അല്ലെങ്കിൽ സോഴ്സ്. റിസീവറിന് കിട്ടുന്ന മെസ്സേജിൻ്റെ സക്സസ് എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം സെൻറ്റർ അയക്കുന്ന മെസ്സേജ് അതേപടി സെൻറ്റർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് റിസീവറിന് മനസ്സിലാകണമെങ്കിൽ റിസീവറിനെ കൂടെ കണക്കിലെടുത്ത് വേണം സെൻറ്റർ മെസ്സേജിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. സോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സക്സസ് അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ സക്സസ് ഇരിക്കുന്നത് സെൻറ്ററിൻ്റെ കയ്യിലാണ്. സെൻറ്റർ ഫോം ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ നോളജ്, സ്കിൽ, എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ് എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യത്തിനെ പറ്റി അഭിപ്രായങ്ങൾ പറയുന്നത്. ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെൻറ്റർ കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ ക്യാരക്ടർ, നോളജ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തതായിരിക്കും. ഓക്കെ, ഇനി സെൻറ്ററിന് നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. ഇനി സെൻറ്ററിന് അടുത്ത് ഫേസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. അതായത് സെൻറ്റർ ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനെ റിസീവറിനെ കൊണ്ടെത്തിക്കുന്നത് ഒരു മീഡിയം അല്ലേ. ആ മീഡിയത്തിൽ കൂടെ ഈ ഇൻഫോർമേഷൻ ഒരു മെസ്സേജ് ആയിട്ടാണ് പോകുന്നത്. സോ ഈ ഇൻഫോർമേഷനെ മെസ്സേജ് ആക്കുന്ന പ്രോസസ്സാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെസ്സേജിനെ പാസ് ചെയ്യുന്ന സമയത്ത് സിമ്പിളുകളായിട്ട് കൺവേ ചെയ്താണ് അയക്കുന്നത്. അതായത് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിൽ സിമ്പിളുകളാക്കിയാണ് എൻകോഡിംഗ് പ്രോസസ്സിന് ശേഷം നമ്മുടെ ഈ മെസ്സേജിനെ കൺവേ ചെയ്യുന്നത്. These symbols are used to encode ideas into message that others can understand. ഈ സിംബലുകൾ സത്യത്തിൽ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ സിംബലുകളിലൂടെ നമ്മുടെ മെസ്സേജിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എൻകോഡിങ്ങിനെ പറ്റി കുറച്ചുകൂടെ നോക്കാനുണ്ട്. ഒരു മെസ്സേജ് എൻകോഡിങ്ങിന് വിടുന്ന സമയത്ത് ഒരു സെൻറ്റർ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം, സെൻറ്റർ റിസീവറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടി വരും. അതായത് സിമ്പിൾസ് കിട്ടുന്ന സമയത്ത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ റിസീവറിന് പറ്റുമോ? റിസീവറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് വേണം സെൻറ്റർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യാനായിട്ട്. സോ എൻകോഡ് ചെയ്യുന്ന സമയത്ത് റിസീവറിന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ലഭിക്കണം, ഈ സിംബലുകൾ വഴി എങ്ങനെയൊക്കെ ഈ മെസ്സേജ് റിസീവറിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നതുകൂടി സെൻറ്റർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? സെൻറ്റർ നോക്കി, എൻകോഡിങ്ങിനെ പറ്റിയും നോക്കി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻറ്റർ കൊടുത്ത ഇൻഫോർമേഷനെ എൻകോഡിംഗ് പ്രോസസ്സ് വഴി എന്ത് ചെയ്തു? മെസ്സേജ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ റിസീവറിൻ്റെ അടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ മീഡിയം ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്.
നമ്മൾ ഇനി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു മീഡിയം വേണം, ഒരു മാധ്യമം. അതിനെ മീഡിയം എന്നും പറയാറുണ്ട്, ചാനൽ എന്നും പറയാറുണ്ട്. പലതരത്തിലുള്ള മീഡിയം ഉണ്ട്. ഓറൽ ഉണ്ട്, റിട്ടൺ ഉണ്ട്, വിഷ്വൽ ഉണ്ട്. നമ്മുടെ ടെക്നോളജി ഒക്കെ ഇപ്പോൾ വളർന്നത് കാരണം വിഷ്വൽ മീഡിയംസ്, വിഷ്വൽ ചാനൽസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. ഉദാഹരണത്തിന് ടെലിവിഷൻ. നമ്മൾ ടി വിയിൽ കൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെസ്സേജ് കിട്ടുന്നില്ലേ? ടി വിയിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലേ? സോ ടി വി എന്താണ്? ഒരു വിഷ്വൽ മീഡിയം അല്ലെങ്കിൽ ഒരു ചാനലാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമ്മൾ ലെറ്റർ എഴുതി അയക്കുന്നത്, ടെലിഫോൺ വഴി സംസാരിക്കുന്നത്. സോ ഇതെല്ലാം ടെലിഫോൺ, ലെറ്റേഴ്സ്, മെമ്മോ, ഇതൊക്കെ പറയുന്നത് ഒരു മീഡിയം അല്ലെങ്കിൽ ചാനലിന് എക്സാമ്പിൾ ആണ്. സോ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. സെൻഡർ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ എൻകോഡിങ്ങിന് ശേഷം മെസ്സേജ് ആയിട്ട് ഒരു മീഡിയം വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിനടുത്ത് എത്തുന്നു. ഈ മീഡിയം എന്നും പറയാൻ നമുക്ക് മീഡിയത്തിന് പകരം ചാനൽ എന്നുള്ള വേർഡും ഉപയോഗിക്കാം. ഇനി ഈ ചാനൽ തിരഞ്ഞെടുക്കുന്നത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരു കാര്യം റിസീവറിലേക്ക് എത്തിക്കണം, അപ്പോൾ നമുക്ക് റിട്ടൺ മീഡിയംസ് അത്രത്തോളം എഫക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ടെലിഫോൺ വഴിയുള്ള ഈ ഓറൽ മീഡിയമാണ് കുറച്ചുകൂടെ നല്ലത്. ടെലിഫോൺ വഴിയുള്ള സംഭാഷണമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്തിക്കാം. സോ അവിടെ ടെലിഫോൺ എന്നുള്ള മീഡിയമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതേസമയം ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഒരു കാര്യം എത്തിക്കണം, അതിന് നല്ല ഒരു മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത് റിട്ടൺ ആണ്. ഒരു കത്ത് എഴുതി നമുക്ക് കുറേ പേർക്ക് എത്തിക്കാം. സോ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് മാറും? ചാനൽ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് മാറും, അല്ലെങ്കിൽ മീഡിയം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് മാറും. പക്ഷേ എന്നിരുന്നാലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഒരു മീഡിയം അത്യാവശ്യമാണ്. ഇവിടെ സെൻഡറിൻ്റെ ജോലിയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ മീഡിയം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം പറയണം, അപ്പോൾ നമ്മൾ ടെലിഫോൺ മീഡിയം തിരഞ്ഞെടുക്കാതിരുന്നാൽ ആ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം സ്പീഡി ആയിട്ട് നടക്കില്ല. സോ സെൻഡറാണ് അപ്രോപ്രിയേറ്റ് ചാനൽ അല്ലെങ്കിൽ മീഡിയം തിരഞ്ഞെടുക്കേണ്ടത്. സോ മീഡിയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ള ആൾ ആരാണ്? ഡീകോഡിംഗ് റിസീവർ. ഇനി നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുള്ള മെസ്സേജ് റിസീവറിനടുത്ത് എത്തിക്കഴിഞ്ഞു. അത് എത്തുന്നത് സിമ്പിൾസിൻ്റെ രീതിയിലാണ് ഇല്ലേ? നമ്മുടെ സെൻഡർ കൊടുത്ത ഇൻഫോർമേഷനെ സിമ്പിളാക്കിയുള്ള മെസ്സേജ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തത്. അവിടെ ഇത് സിമ്പിളായിട്ടാണ് എത്തുന്നത്. ഈ സിമ്പിളിനെ ഡീകോഡിംഗ് പ്രോസസ്സ് വഴി റിസീവറിന് മനസ്സിലാകുന്ന രീതിയിൽ കൺവേ ചെയ്ത് റിസീവറിന് ആ മെസ്സേജ് കിട്ടുന്നു. ഉദാഹരണത്തിന് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൗണ്ട് വേവ്സ് ആണ്. ഈ സൗണ്ട് വേവ്സ് നമ്മുടെ കാതിൽ തട്ടി നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റിമുലസ് പോകുന്നു. അങ്ങനെ ബ്രെയിനാണ് നമ്മുടെ നോളജും നമ്മുടെ അറിവും നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് കിട്ടിയ സൗണ്ട് വേവ്സിലെ സിമ്പിൾസിനെ നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് കൺവേ ചെയ്യുന്നത്. സോ അവിടെ ഡീകോഡിംഗ് പ്രോസസ്സ് ചെയ്തത് നമ്മുടെ ബ്രെയിൻ ആണ് ഇല്ലേ? അതുപോലെ കിട്ടുന്ന സിമ്പിൾസിനെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ ആ പ്രോസസ്സ് കൂടെ കഴിഞ്ഞാൽ റിസീവറിന് മെസ്സേജ് കിട്ടുന്നു, റിസീവർ അത് മനസ്സിലാക്കുന്നു. ഡീകോഡിംഗ് എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇമ്പോർട്ടൻസ് റിസീവറിനാണ്. ഈ മെസ്സേജിനെ റിസീവർ എങ്ങനെ എടുക്കുന്നു എന്നതിലാണ് കമ്മ്യൂണിക്കേഷൻ്റെ അടുത്ത സക്സസ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇവിടെ റിസീവറിന് ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു, സിമ്പിളിനെ മെസ്സേജ് ആക്കി ഡീകോഡിംഗ് പ്രോസസ്സ് വഴി റിസീവറിന് മെസ്സേജ് കിട്ടി. ഇനി റിസീവർ ആ മെസ്സേജ് മനസ്സിലാക്കണം. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിസീവറിൻ്റെ ആറ്റിറ്റ്യൂഡ്, നോളജ്, എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും കിട്ടുന്ന ഒരു മെസ്സേജിനെ റിസീവർ അനലൈസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വേണ്ടത് സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു ഹെൽത്തി കണക്ഷനാണ്. അതായത് രണ്ട് ശത്രുക്കൾ തമ്മിൽ സംസാരിക്കുന്നതിനേക്കാളും വളരെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. സെൻഡറും റിസീവറും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടിയ മെസ്സേജ് റിസീവറിന് അത്രത്തോളം പോസിറ്റീവായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെൻഡറും എൻകോഡിങ്ങും തമ്മിൽ എന്ത് റിലേഷനാണോ അവിടെ നടന്നത്, സിമിലർ ആയിട്ട് ഇവിടെ ഡീകോഡിങ്ങും റിസീവറും തമ്മിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ചെയിനിലെ ഫൈനൽ ലിങ്ക് എന്ന് പറയുന്നത്. മെസ്സേജ് കിട്ടിയതിന് ശേഷം റിസീവർ സിഗ്നൽ വഴിയോ എന്തെങ്കിലും ഒരു വഴി റെസ്പോൺസ് സെൻഡറിന് കൊടുക്കുന്നു.
ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്പോക്കൺ കമൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എഴുതുന്ന ഒരു കമൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്മൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കാം. ചില സമയത്ത് ലാക്ക് ഓഫ് റെസ്പോൺസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ഫീഡ്ബാക്ക്. സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പല രീതിയിലും ആവും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നത് തന്നെ ഫീഡ്ബാക്ക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഓക്കെ, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ സെൻഡറിന് മനസ്സിലാവില്ല റിസീവർ എങ്ങനെയാണ് കിട്ടിയ മെസ്സേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ സെൻഡർ അയച്ച മെസ്സേജ് അതേ രീതിയിലാണോ റിസീവറിന് കിട്ടിയത്, മിസ്അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ, റിസീവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിലല്ല മനസ്സിലാക്കിയതെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സെൻഡറിന് പറ്റും. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഫീഡ്ബാക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് plays an important role by indicating significant communication barriers, difference in background, different interpretation of words and different emotional reactions. അതായത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷനിൽ സെൻഡറും റിസീവറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കീ കമ്പോണൻസ് ഒക്കെയാണ് പഠിച്ചു വന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സും ഉണ്ട്. അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കാൻ കമ്മ്യൂണിക്കേഷൻ അകത്ത് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറഞ്ഞു പോയി, നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാനൽ ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിൽ പോലും, നമ്മൾ കറക്റ്റ് ചാനൽ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആയിട്ടല്ല തിരഞ്ഞെടുത്താൽ പോലും നമുക്ക് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ നോയിസ്, ഏതൊരു ഡിസ്റ്റർബൻസും, കമ്മ്യൂണിക്കേഷൻ അകത്ത് വരുന്ന ഏതൊരു ഡിസ്റ്റർബൻസിനെയും നമുക്ക് നോയിസ് എന്ന് പറയാം. അതുപോലെ ഇൻകറക്റ്റ് ഗ്രാമർ, വളരെ ബാഡ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുക. സോ ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി അടുത്ത് നമുക്ക് വീഡിയോയിൽ ഒരു ഫിഗർ ആണ് കാണുന്നത്. ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ആണത്. സോ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മെസ്സേജ് അതിനെ എൻകോഡ് ചെയ്ത് ഒരു ചാനൽ വഴി, ആ ഒരു ഏരോ ഒരു ചാനലാണ്, അതുവഴി റിസീവറിന് കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയെന്നാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെ എടുത്താൽ മതി. ഒരു കൂട്ടം ആളുകൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ ഒരു സംഘടന, ഒരു ഗ്രൂപ്പിൽ, ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, അവരുടെ വർക്ക് വളരെ വേസ്റ്റ് ആണെങ്കിൽ അവരോട് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ അവരുടെ വർക്ക് നമുക്ക് കുറച്ചുകൂടെ ഉയർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനിടയിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അതുപോലെ ഒരാളുടെ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആറ്റിറ്റ്യൂഡ്സ് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ചേഞ്ചിനും വേണ്ടി. കമ്മ്യൂണിക്കേഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ സോഷ്യലൈസിങ്. സോഷ്യലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഒരാളുമായിട്ട് കമ്പനി ആവുന്നത് എങ്ങനെയാണ്? തമ്മിൽ സംസാരിച്ചല്ലേ. സോ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് തന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ എർത്തിൽ ജീവിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സോഷ്യലൈസിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓൾസോ അസിസ്റ്റ് ഇൻ കൺട്രോളിങ് പ്രോസസ്സ്. സോ ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് ആണ്. മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡ്സ് ഓൾട്ടർ ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ സോഷ്യലൈസിങ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഓൾസോ അസിസ്റ്റ് ഇൻ കൺട്രോളിങ് പ്രോസസ്സ്. സോ ഇത്രയാണ് ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് വലിയ ടോപ്പിക് നോക്കാനുണ്ട്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ.